അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾക്ക് അള്ളാഹു തആല നൽകിയത് മറ്റു പ്രവാചകന്മാർക്ക് നൽകാത്ത 5 കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം 6 കാര്യങ്ങൾ എന്ന്. ഈ 5-6 കാര്യങ്ങൾപ്പെട്ട മറ്റൊരു കാര്യമാണ് ജുഇലത്തിൽ അർളു മസ്ജിദൻ വതഹൂറ എന്ന്. ഭൂമി എനിക്ക് സുജൂദ് ചെയ്യുവാൻ പറ്റുന്ന സ്ഥലവുമാക്കി തന്നു, ശുദ്ധിയുള്ളതുമാക്കി തന്നു എന്ന്. അതിനെ ശറഹുൽ ഹംസയിലൂടെ പാട്ടുപാടി പറഞ്ഞിട്ടുണ്ട്. എന്ത്? ജുഇലത്ത് മസ്ജിദൻ ലഹുൽ അർളു ഫഹ്തസ്സ ബിഹി ലിസ്വലാത്തി ഫീഹാ ഹിറാഉ. ഭൂമി അള്ളാഹു എനിക്ക് പള്ളിയാക്കി സുജൂദ് ചെയ്യാൻ പറ്റുന്നതാക്കി തന്നു. അങ്ങനെ നിസ്കരിച്ച കാരണം കൊണ്ട് റസൂലുള്ളയെ കാരണം കണ്ടു. ആ റസൂലുള്ള അവിടെ നിസ്കരിച്ചത് കാരണം കൊണ്ട് ആ ഭൂമിയിലുള്ള ഹിറ എന്ന് പറയുന്ന ഗുഹ, പർവ്വതം, ഹിറാ ഗുഹ, ആ ഹിറ എന്ന് പറയുന്ന പർവ്വതം വിറകൊണ്ടു എന്നാണ്, ഇങ്ങോട്ട് വിറച്ചു എന്നാണ് ആ ബൈത്തിന്റെ സാധ്യം. ആകട്ടെ, അവൻ നബി തങ്ങൾക്ക് പള്ളിയാക്കി കൊടുത്തു, ശുദ്ധിയുള്ളതാക്കി കൊടുത്തു ഭൂമി എന്ന് പറ്റി പറഞ്ഞതിനെ മദ്ഹ് ചെയ്തുകൊണ്ടാണ് ഹംസയുടെ മുസല്ലി പാടിയത്. അതിനെ ശാരി വ്യാഖ്യാനിച്ച് പറയുന്നു, വൽ മുറാദു ബി ഖൗലി മസ്ജിദൻ. എന്താണ് ഇവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം പള്ളി എന്നാണോ അത് മറ്റു പലതുമാണ്? മൗലിഅ സുജൂദ്, സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. അതായത് അന്ന സുജൂദ ലാ യഖ്തസ്സു ബി മൗലിഇൻ മിൻ ദൂന ഗൈരിഹി. സുജൂദ് ചെയ്യുന്ന സ്ഥലം ഇന്ന സ്ഥലം എന്ന് ആ ഭൂമിയിൽ പ്രത്യേകതയില്ല, മുത്തുനബി തങ്ങളെ കൂടാതെ. മുത്തുനബി തങ്ങളെ കൂടാതെ മറ്റുള്ളവർക്ക് പ്രത്യേകത ഉണ്ടെങ്കിലും മുത്തുനബി തങ്ങൾക്ക് അങ്ങനെയല്ല, എവിടെയും സുജൂദ് ചെയ്യാം എന്നാണ്. വൽ അസഹു, അസഹായ അഭിപ്രായം പറയുന്നത് അൻഹാലം തുബിഹി ലിമൻ ഖബലന ഇല്ലാ ഫി അമാകിന മഖ്സൂസത്തിൻ കൽ ബിയഇ വൽ കനായിസി വസ്സവാമിഇ. ക്രിസ്ത്യ കൂടാരങ്ങൾ, ജൂത കൂടാരങ്ങളിലും അതുപോലെ മറ്റു അമ്പലങ്ങളിലുമൊക്കെ പ്രത്യേകിച്ച് സ്ഥലത്ത് മാത്രമേ മുൻകഴിഞ്ഞു പോയതായ ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ അനുവദനീയമുണ്ടായിരുന്നുള്ളൂ. ആരുടെയും ഭൂമി അനുവദിച്ചു കൊടുത്തിട്ടില്ല. മുത്തുനബി തങ്ങൾക്കും ഈ സമുദായത്തിനും അല്ലാഹു തആല എവിടെയും സുജൂദ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. ആ ഭൂമി മണ്ണ് ശുദ്ധീകരിച്ച് തന്നിട്ടുമുണ്ട്. ഈ പറഞ്ഞ കാര്യം കൊണ്ട് വ്യക്തമായ ഹദീസുണ്ടല്ലോ, വകാന മൻ ഖബലി ഇന്നമാ യുസല്ലൂന ഫീ കനായിസിഹിം. മുൻകഴിഞ്ഞു പോയ സമുദായക്കാർ അവർക്കുള്ളതായ ആരാധന മടകങ്ങളിലായിരുന്നു അവർ നമസ്കരിച്ചിരുന്നത്. ഇബാദത്തെടുത്തിരുന്ന മറ്റൊരു സ്ഥലത്തും അവർക്ക് പാടില്ലായിരുന്നു. വലം യകും മിനൽ അംബിയാഇ അഹദുൻ യുസല്ലി ഹത്താ യബ്ലുഗ മിഹ്റാബ എന്ന ഹദീസും കാണാം. ഇതിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. എന്ത്? മുൻകഴിഞ്ഞു പോയ അംബിയാക്കളിൽ ഒരാൾ പോലും തന്റെ മിഹ്റാബിലേക്ക് എത്തുന്നത് വരെ ഇബാദത്ത് ചെയ്യുമായിരുന്നില്ല. മിഹ്റാബിലേക്ക് എത്തിയിട്ടാണ് ഇബാദത്ത് ചെയ്തിരുന്നത് എന്ന് കാണാം. അപ്പൊ നബി തങ്ങൾക്കും നബി തങ്ങളുടെ സമുദായത്തിനും എവിടെയും നിസ്കരിക്കാം. മണ്ണ് ശുദ്ധമാക്കി അല്ലാഹു തആല നൽകി. അത് ഈ സമുദായത്തിന്റെ സവിശേഷതയാണ്. അതാണ് വജുഇലത്തില്ലർളു മസ്ജിദൻ വതഹൂറ എന്ന് പറഞ്ഞതിന്റെ ഫലം. ഇനി ഇഹ്തസ്സ ബിഹി എന്ന് പറഞ്ഞാൽ എന്താ? തഹറക തറബൻ വഫറഹൻ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹിറാ. ഹിറാ എന്ന് പറയുന്ന പർവ്വതം നബിതങ്ങളെ കൊണ്ട് സന്തോഷത്തിൻ്റെതാക്കിത്താലും സന്തോഷത്തിൻ്റെതാക്കിയെത്താലും ആഹ്ലാദത്താലും ഇളകീന നബിയോടെ കിട്ടിയ വല്ലാത്തൊരു സന്തോഷം ഇറാക്ക്. ഹിറ എന്ന് പറഞ്ഞ അൽ ജബലുല്ലദി കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യതഅബ്ബദു ബി ഖബ്ല നുബുവത്തി. പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന്റെ മുമ്പ് ആരാധിക്കുവാൻ വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്ത സ്ഥലമാണ് ഹിറ പർവ്വതം. അതാണ് മഷ്കൂറെ. ആ പ്രചാരത്തിലുള്ള പർവ്വതമാണ് നബി തങ്ങളെ കൊണ്ട് ആകെ സന്തോഷിച്ചിട്ട് അവിടെ ആഹ്ലാദിച്ചുകൊണ്ട് ഇറങ്ങിയത്. ഇനി ആ പർവ്വതം ഇളകി മറിഞ്ഞല്ലോ. ആ ഇളകി മറിഞ്ഞതിനെന്താ നബി നോക്കാം. വദലീലു ദാലിക അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന അലാ ഹിറാ. മുത്തുനബി തങ്ങൾ ഹിറ പർവ്വതത്തിന്റെ മുകളിലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു കൂടെയുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുണ്ട്, ഉസ്മാൻ അലിയും റളിയല്ലാഹു അൻഹുമായി ഇവരുണ്ട്.
ഈ മഹാരഥന്മാരെല്ലാവരും ഒന്നിച്ചും നബിയും ആ ഇറയുടെ മുകളിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെയുള്ള പാറൊന്നിങ്ങനെ ഇളകിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായിരിക്കുന്ന പൂങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹിറയോട്, നീ അളകല്ലേ, അടങ്ങി നിൽക്ക്. ഇറയോട് പറഞ്ഞു, നീ ഇളകല്ലേ, അടങ്ങി ഒതുങ്ങി നിൽക്ക്, ഇളകല്ലേ. നിന്റെ മുകളിൽ നിൽക്കുന്നത് നബിയാണ്, സിദ്ദീഖാണ്, ഷഹീദാണ്. അത് മൂന്നും ആ കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ഇളകാതെ അടങ്ങി നിൽക്ക് പർവ്വതമേ ഇറ എന്ന് പറഞ്ഞു. ഇവിടെ എഹ്തസാന്ന് കവിതാക്കാരൻ ഉപയോഗിച്ച പദം മനസ്സിലാക്കി തരുന്നു. എന്ത്? ഇഷാറത്തുൽ ഒരു കാര്യത്തിലേക്കുള്ള സൂചനയാണ്. എന്താ കാര്യം? മിൻ അന്നദാലിക തഹറുക, നിശ്ചയമായിട്ടും ആ ചലനം, ആ അനക്കം, നബി അവിടെ ഉണ്ടായപ്പോൾ സന്തോഷമാണ്, ആഹ്ലാദമാണ്, ലഹരിയാണ്, ദേഷ്യമല്ല. അത് കണ്ടപ്പോ ഒന്ന് ഇളകി സന്തോഷിച്ചതാണ് പർവ്വതം. എന്നാൽ എന്തിനാണ് പർവ്വതം അവിടെ ഇളകിയത്? അൽ ഹിക്മത്തു ബിദാലിക, അങ്ങനെ ഇറ പർവ്വതം അവിടെ ഇളകേണ്ട ഹിക്മത്ത് എന്താന്ന് ചോദിച്ചാൽ, അന്നഹു ലമ്മാ റജഫ, എന്താണ് ഈ ഇറ ഇങ്ങനെ ഇളകിയപ്പോൾ അറാദ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുത്ത് നബി തങ്ങൾ ഉദ്ദേശിച്ചു, യുബയ്യിന, നബി തങ്ങൾ വ്യക്തമാക്കാൻ. എന്ത്? അന്ന ഹാദിഹി റജ്ഫത ലൈസത് മിൻ ജിൻസി റജ്ഫത്തിൽ ജബൽ ബിഖൗമി മൂസ ലമ്മാ ഹറഫുൽ കലിമ. അല്ലാഹു തആലാന്റെ വചനങ്ങളെ മാറ്റി മറിച്ചല്ല മൂസാ നബിന്റെ ഖൗമായ യൂദ വിഭാഗം. അങ്ങനെ മാറ്റി മറിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയെ കൊണ്ട് പർവ്വതം ഒന്ന് ദേഷ്യം പിടിച്ചിട്ട് കുലുങ്ങി. അങ്ങനെയുള്ള കുലുക്കത്തിൽ പെട്ട കുലുക്കമല്ല ഈ കുലുക്കം എന്ന് വിശദീകരിക്കലാണ് മുത്തനബി തങ്ങൾക്ക് അതിന്റെ ലക്ഷ്യം. അതാണ് അതിന്റെ ഹിക്മത്ത്. ഇന്നത്തിൽക റജ്ഫത്തുൽ വളബി, മൂസ നബി അലൈഹിസ്സലാമിന്റെ ജനതയെ പിടിച്ച് കുലുക്കിയതും അവിടെ ചലനമുണ്ടാക്കിയതും ദേശത്തിന്റെ ചലനമാണ്. എങ്കിൽ ഈ ഹസ്സത്ത് അങ്ങനെയല്ല. എന്ത്? നബിയും അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹത്ത്, സുബൈർ റളിയല്ലാഹു അൻഹും ഇവരെല്ലാവരും ഉള്ള സമയത്തൊന്ന് ഇളകി കുലുങ്ങി. ആ ഈ കുലുക്കം അത്വറബു, അതൊരു ലഹരിയാണ്, സന്തോഷമാണ്, അങ്ങനെ കുലുങ്ങിയതാണ്. അതുകൊണ്ടല്ല വലിഹാദ, ഈ സന്തോഷം ഉള്ളത് കൊണ്ടാണല്ലോ നസ്സ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ മഖാമിൻ നുബുവത്തി വസ്സദീഖിയത്തി വശ്ശഹാദത്തി അല്ലത്തി തൂജിബു സുറൂറ മൻ ഇത്തസലത്ത് ബിഹിൽ ഇർജാഫിഹി. എന്താ? നിന്റെ മുകളിൽ നിൽക്കുന്നത് ആരാണ്? നുബുവത്തിന്റെ പ്രവാചകരാണ്, സിദ്ദീഖിയാണ്, സഹാദത്തുള്ളവരാണ്. ഇത് പറയുമ്പോൾ എന്താണ്? ആ പർവ്വതത്തിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കും. ആ സന്തോഷമുണ്ടാക്കിയപ്പോൾ ആ സന്തോഷത്തിലൊന്ന് ഇളകി മറിഞ്ഞു. ആ ഇളകി മറിക്കലുള്ള കാരണമാണ് നബി തങ്ങൾ വ്യക്തമാക്കിയത്. ഒന്ന് നുബുവത്ത് കിട്ടിയ നബി, മറ്റൊന്ന് സിദ്ദീഖിയായ ആള്, പിന്നെ ഷഹാദത്ത്. ഇത് കണ്ടപ്പോ ജബൽ വിദാലിക വസ്തഖറ, ഇത് കേട്ടപ്പോൾ പർവ്വതത്തിന് വല്ലാത്തൊരു സന്തോഷമായി. അവിടെ ചലനം നിന്നു, അടങ്ങി ഒതുങ്ങി അവിടെ നിന്നു. ഇതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല പ്രത്യേകമാക്കി കൊടുത്ത പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങൾ. ഇതൊക്കെയാണ് റസൂലുള്ളാഹിന്റെ പ്രത്യേകത. ഈ നബിയെ കുറിച്ച് പഠിച്ചാൽ എങ്ങനെ വിമർശിക്കാൻ കഴിയും? ഇതിനൊരു സാധാരണ മനുഷ്യനാവും അല്ലല്ലോ. പിന്നെ ഒരു ചോദ്യമുണ്ട്, റജു ഉഹദിന് ആകെ ഇളകിയിട്ടുണ്ട് പറയുന്നത്. ഉഹദ് മലയൊന്ന് ഇളകി മറിഞ്ഞിട്ടുണ്ട്. അത് അന്ന ഉഹദൻ ഔദ ഇൽമും ബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമഹബ്ബത്തൻ ലഹു വമൈറൻ ഇലൈഹി. നബി തങ്ങളോടുള്ള പ്രേമം, ചായ്വ്, നബിയോടുള്ള അറിവ്, ഇതെല്ലാം ഉഹദ് മല അവിടെ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ അങ്ങനെ നബിനെ കണ്ടപ്പോ, നബി അതിന്റെ മുകളിലേക്ക് ചെന്നപ്പോ അക്കാരണം കൊണ്ട് ഇറാഖ് വന്ന് ഇളകി മറിഞ്ഞു, അല്ല ഉഹദ് മല ഒന്ന് ഇളകി മറിഞ്ഞു. അങ്ങനെ പല അടക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ നബി നബിയാണെന്നറിഞ്ഞ സന്തോഷം കൊണ്ടാണ്, അല്ലാതെ ദേഷ്യം പിടിച്ച ചലനങ്ങളൊന്നുമല്ല. ഞാൻ ഈ പറഞ്ഞ കഥകൾ ഷറഹുൽ അംസിയ
345, 346, 347 എന്നീ പേജുകൾ മറിച്ചാൽ ഇൻഷാ അല്ലാഹ് കിട്ടും.